നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിൽ ഇൻട്രസ്റ്റ് നൽകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെന്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമായിട്ടുള്ളൂ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് അഗ്രീഡ് റേറ്റും ബിസിനസ്സിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര കാലം ആ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടാവുക. സാധാരണയായിട്ട് രണ്ട് സാഹചര്യങ്ങളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാറുള്ളത്. ഒന്നാമത്തത് പാർട്ട്നേഴ്സ് അൺഈക്വൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, അതായത് ഈക്വൽ അല്ലാത്ത ക്യാപിറ്റൽ എമൗണ്ട് പാർട്ട്നേഴ്സ് നൽകുമ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് സപ്പോസ് ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, ഒരാള് 5 lakhും പിന്നെ ഒരാൾ 3 lakhും ആണ് ക്യാപിറ്റൽ തന്നിരിക്കുന്നത്. പക്ഷെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ടുപേർക്കും 50-50% ആയിട്ടാണ് പ്രോഫിറ്റ് ഷെയറിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കും. രണ്ടാമത്തത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഈക്വൽ ആയിരിക്കും, പക്ഷെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അൺഈക്വൽ ആയിരിക്കും. സപ്പോസ് രണ്ടാളും 5 lakh വെച്ചിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, പക്ഷെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1:4 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അൺഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് വന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത്ര കൊടുക്കണം പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യും. ഇൻ കേസ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് യാതൊരു കാരണവശാലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബേസിക് റൂള്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ബേസിക് റൂൾ എന്താണ് പറയുന്നത്? നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അൺലെസ് എക്സ്പ്രസ്ലി അഗ്രീഡ് ബൈ ദ പാർട്ട്നേഴ്സ് ഇൻ ദ ഡീഡ്. ഡീഡിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതായിട്ട് ഉള്ളൂ. അപ്പോൾ എപ്പോഴാണ് എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ട് കൊടുക്കുക? ഡീഡിൽ എത്ര പെർസെൻറ്റേജ് ആണോ എത്ര റേറ്റ് ആണോ എഗ്രി ചെയ്തിരിക്കുന്നത് ആ റേറ്റ് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടാവുക. അതേപോലെ ക്യാപിറ്റൽ എത്ര കാലം ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സപ്പോസ് ഇനീഷ്യലി ഒരു 5 lakh ഉണ്ടായിരുന്നു, ആ 5 lakh ത്രൂ ഔട്ട് ദ ഇയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വർഷത്തേക്ക് മുഴുവനും കൊടുക്കും. പിന്നെ ഇടയിൽ വെച്ചിട്ട് ഒക്ടോബറിലൊക്കെ വെച്ചിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു വെച്ചാൽ ആ ക്യാപിറ്റലിന് മുഴുവൻ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. എത്ര കാലത്തേക്കാണോ ആ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, ഒക്ടോബറിന് ശേഷമാണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതിയാവും. ഓക്കെ. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നമ്മൾ ഫുൾ ഇയർ ഇൻട്രസ്റ്റും കൊടുക്കും. അഡീഷണൽ ക്യാപിറ്റൽ എപ്പോഴാണോ ആ ക്യാപിറ്റൽ അഡീഷണലി ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അന്ന് തൊട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കും. ക്യാപിറ്റൽ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി, അതിനുശേഷമുള്ള ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ചെക്കൗട്ട് ചെയ്യാം. Saloni and Srishti are partners in a firm. Their capital accounts as on April 1st, 2019 showed a balance of rupees 2 lakh and rupees 3 lakh respectively. On July 1st, 2019, Saloni introduced additional capital of rupees 50,000 and Srishti introduced a capital of rupees 60,000. On October 1st, Saloni withdrew rupees 30,000 and on January 1st, 2020, Srishti withdrew 1,40,000 from their capital. Interest is allowed at the rate of 8% per annum. Calculate interest payable on capital to both the partners during the financial year 2019-2020. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ആരൊക്കെയാ ഉള്ളത്? ശലോനിയും സൃഷ്ടിയും ഉണ്ട് അല്ലെ. ഇനീഷ്യലി അവരുടെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 2 lakhും 3 lakhും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാളും ജൂലൈ 1st അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്രയാണ്? ശലോനി 50,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു, സൃഷ്ടി 60,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഒക്ടോബർ 1st ശലോനി വിഡ്രോ ചെയ്തു. എത്ര രൂപ? 30,000 rupees വിഡ്രോ ചെയ്തു.
എന്നിട്ട് അത് കഴിഞ്ഞ് ജാനുവരി 1 ആയപ്പോൾ സൃഷ്ടിയും വിഡ്രോ ചെയ്തു. എത്ര രൂപ ക്യാപിറ്റലിന്? 1,40,000 rupees വിഡ്രോ ചെയ്തു. ഇവർക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെന്റേജ് അനുവദിച്ചിട്ടുണ്ട്? 8% അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം? പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് 2 ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? ഒന്ന് സലോണിയും പിന്നൊന്ന് സൃഷ്ടിയും ഉണ്ട് അല്ലെ. സലോണിയുടെയും സൃഷ്ടിയുടെയും ആദ്യം എത്രയാണ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്? ഒരാൾക്ക് ഇനീഷ്യലി 1 ഏപ്രിലിന് അല്ലെ, 1 ഏപ്രിലിന് അവരുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയായിരുന്നു? ഒരാൾക്ക് സലോണിക്ക് 2 lakh, സലോണിക്ക് 2 lakh rupees വരുന്നുണ്ട്. സൃഷ്ടിക്ക് എത്രയാണ്? 3 lakh rupees വരുന്നുണ്ട്. ഓക്കെ, 3 lakh. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ എപ്പോഴാണ്? ജൂലൈ 1 1 ജൂലൈ 1 ജൂലൈ പറയുമ്പോൾ 7ാം മാസം 1 ജൂലൈയില് എത്ര ക്യാപിറ്റൽ അഡീഷണൽ കൊണ്ടുവന്നു? രണ്ടാളും അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ് കൊണ്ടുവന്നത്? ഒരാള് 50,000 rupees കൊണ്ടുവന്നു. ശാലോണി എത്ര രൂപയാണ് കൊണ്ടുവന്നത്? 50,000 rupees കൊണ്ടുവന്നു. സൃഷ്ടി എത്ര രൂപ കൊണ്ടുവന്നു? സൃഷ്ടി 60,000 rupees കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? അതിനുശേഷം ഇപ്പൊ അവരുടെ ക്യാപിറ്റൽ എത്രയായി? രണ്ടാളുടെയും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോ ശാലോണിക്ക് വന്നിട്ട് 2,50,000 rupees ആയി. ഓക്കെ, സൃഷ്ടിക്കോ 3,60,000 rupees ആയി. ഇനി അടുത്ത വിഡ്രോവൽ എപ്പോഴാണ് നടന്നിരിക്കുന്നത്? ഒക്ടോബർ 1 ഒക്ടോബറിന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആരാ വിഡ്രോ ചെയ്തിരിക്കുന്നത്? ശാലോനി മാത്രമാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. എത്ര രൂപ? 30,000 rupees ശാലോനി വിഡ്രോ ചെയ്തു. എത്ര രൂപ വിഡ്രോ ചെയ്തു? ഓക്കെ, സൃഷ്ടി അന്നത്തെ ദിവസം ഒക്ടോബർ 1 വല്ല എമൗണ്ടും വിഡ്രോ ചെയ്തുവോ? ഇല്ല അല്ലെ, സൃഷ്ടി വിഡ്രോ ചെയ്തിട്ടില്ല. അപ്പൊ ഒക്ടോബർ 1 കഴിഞ്ഞപ്പോ അവരുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയായി? 2,20,000 ആയി. ശാലോണിയുടെ. സൃഷ്ടിയില് ചേഞ്ചസ് ഒന്നും ഇല്ല. ഓക്കെ, 3,60,000 ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ജാനുവരി 1 സൃഷ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലെ. ജാനുവരിയിൽ വിഡ്രോ ചെയ്യുന്നുണ്ട്. ജാനുവരി 1 ശാലോണി വിഡ്രോ ചെയ്തിട്ടില്ല, സൃഷ്ടിയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 1,40,000 rupees വിഡ്രോ ചെയ്തു. അപ്പൊ അതിനുശേഷം സൃഷ്ടിയുടെ ബാലൻസ് എത്രയായി? 2,20,000 rupees തന്നെ ആയി ജാനുവരി 1 ശേഷം. ഇനിയിപ്പോ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാ അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോ ഏപ്രിൽ തൊട്ടിട്ട് 1 ജൂലൈ വരെ ചേഞ്ചസ് ഒന്നുമില്ല രണ്ടാളുടെയും അല്ലെ. അപ്പൊ നമുക്ക് വേറൊരു കളർ എടുക്കാം, കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഈ ആദ്യത്തെ 2 lakhല് സലോണിയുടെ 2 lakhനും 3 lakhനും ആദ്യത്തെ 3 മാസം ചേഞ്ചസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ ഈ 2 lakhന്റെ മേലെ 3 monthsന് നമുക്ക് 8% വെച്ച് കൊടുക്കാം അല്ലെ. അതേപോലെ സൃഷ്ടിയില് 3 lakhന് 3 monthsല് 8% വെച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം ജൂലൈ 1 രണ്ടാളും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്ര രൂപയായി? ഒരാൾക്ക് 2,50,000 ആയി, ഇനി ഒരാൾക്ക് 3,60,000 ആയി. അപ്പൊ ക്യാപിറ്റൽ ചേഞ്ച് വന്നു അല്ലെ. എത്ര വരെ? നെക്സ്റ്റ് ഒക്ടോബർ വരെയാണ് ആ ഒരു എമൗണ്ട് നിന്നിരിക്കുന്നത്. അപ്പൊ ജൂലൈ തൊട്ടിട്ട് ഒക്ടോബർ പറയുമ്പോൾ 3 months വരെ ഈ 2,50,000 പിന്നെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ 3 monthsനും നമുക്ക് ഈ 2,50,000 8% കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ സൃഷ്ടിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ 3,60,000 എത്ര മാസത്തേക്ക് നിന്നു? ഒക്ടോബറിൽ അവർ വിഡ്രോ ഒന്നും ചെയ്തില്ല, പിന്നെ വിഡ്രോ ചെയ്തിരിക്കുന്നത് ജാനുവരിയിലാണ്. അപ്പൊ ഒക്ടോബർ ടു ജാനുവരി പറയുമ്പോൾ 6 months വരെ അവരുടെ ഈ ഒരു 3,60,000 ചേഞ്ചസ് ഒന്നുമില്ല. അപ്പൊ ഈ 3,60,000
നമുക്ക് 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ സലോണിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ 2,20,000 ആയി അല്ലേ? 30,000 വിഡ്രോയിന് ശേഷം 2,20,000 ആയി. പിന്നെ ആ വർഷം അവര് എന്ത് ചെയ്തിട്ടില്ല, ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പൊ ബാക്കിയുള്ള 6 മാസത്തിനും നമുക്ക് ഈ 2,20,000 മേലെ 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷെ നമ്മുടെ സൃഷ്ടി വന്നിട്ട് 1,40,000 ജാനുവരിയിൽ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാലൻസ് എത്ര രൂപയായി? ബാലൻസ് 2,20,000 ആയി. അപ്പൊ ബാക്കിയുള്ള അതിനുശേഷം വേറൊന്നും അവർ വിഡ്രോ ചെയ്യുകയോ അഡീഷണൽ കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ 2,20,000 ബാക്കിയുള്ള 3 മാസത്തിന് 8% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ടാബുലേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരും എന്നുള്ളത്. അപ്പൊ ഈ ഒരു ടേബിളിന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഷാലോണിയുടെ കേസ് ആദ്യം എടുക്കാം. ആദ്യത്തെ 3 മാസത്തേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വിഡ്രോ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് 2 lakh മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 2 lakhന് 8% ഫോർ 3 months കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് എത്ര കിട്ടി? 4,000 കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2,50,000 ജൂലൈ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എത്രയായി? 2,50,000 ആയി. ആ ഒരു ക്യാപിറ്റൽ എത്ര വരെ സ്റ്റേബിൾ ആയിട്ട് നിന്നു? ഒക്ടോബർ 1 വിഡ്രോ ചെയ്യുന്നവരെ സ്റ്റേബിൾ ആയിട്ട് നിന്നു. അപ്പൊ ജൂലൈ തൊട്ട് ഒക്ടോബർ 1 വരെ, ജൂലൈ 1 തൊട്ട് ഒക്ടോബർ 1 വരെ പറയുമ്പോൾ 3 months. അപ്പൊ ഈ 2,50,000 മേലെ 8% 3 monthsന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5,000 rupees കിട്ടും. പിന്നെ ഒക്ടോബർ 1 30,000 rupees വിഡ്രോ ചെയ്തു. അപ്പൊ ക്യാപിറ്റൽ എത്രയായി? 2,20,000 ആയി. അതിനുശേഷം ഒരു ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുക, അഡീഷണൽ കൊണ്ടുവരിക ഒന്നും ചെയ്തില്ല. അപ്പൊ ബാക്കിയുള്ള 6 monthsന് മുഴുവനും നമുക്ക് 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എത്ര രൂപ വരും? 8,800 വരും. അപ്പൊ ടോട്ടൽ ഷാലോണിക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 17,800 വരും. ഇനി അടുത്തത് സൃഷ്ടിയുടെ കേസ് നോക്കാം. സൃഷ്ടിയുടെ ഈ പറഞ്ഞ പോലെ 1st April തൊട്ടിട്ട് 1st July വരെ 3 monthsന് ആദ്യത്തെ ആ 3 ലക്ഷത്തിൽ യാതൊരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ 3 ലക്ഷത്തിന് 3 മാസത്തേക്ക് 8% കൊടുത്തു. പക്ഷെ ജൂലൈ 1 സൃഷ്ടി വന്നിട്ട് എത്ര രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു? 60,000 rupees അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. എന്നിട്ട് അതിലൊരു ചേഞ്ചസും വരാതെ എത്ര വരെ നിന്നു? 1st January ആ വിഡ്രോ ചെയ്യുന്നത് വരെ യാതൊരു ചേഞ്ചസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 3,60,000 സ്റ്റേബിൾ ആയിട്ട് എത്ര മാസത്തേക്ക് നിന്നു? 6 monthsന് നിന്നു. അപ്പോൾ 3,60,000 മേലെ 6 monthsന് 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4,400 വരും. പിന്നെ ജാനുവരി 1 1,40,000 rupees സൃഷ്ടി വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയായി അവരുടെ ബാലൻസ്? 2,20,000 ആയി. ജാനുവരിക്ക് ശേഷം പിന്നെ അവര് വിഡ്രോ ചെയ്യുക, അഡീഷൻ ചെയ്യുക ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ ജാനുവരി 1 എമൗണ്ട് കൊണ്ടുവന്ന്. സോ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ബാലൻസ് ഉള്ള 3 monthsന് 2,20,000 മേലെ 8% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,400 വരും. അപ്പൊ രണ്ടാളുടെയും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? സൃഷ്ടിക്ക് എത്ര, സലോണിക്ക് എത്ര ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും? 17,800 സൃഷ്ടിക്ക് 24,800 rupees ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ട്നേഴ്സ് ഫേമിൽ നിന്ന് പേഴ്സണൽ യൂസിനായിട്ട് പണം പിൻവലിക്കുകയാണെങ്കിൽ, ഡ്രോയിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഈടാക്കാനായിട്ട് സാധിക്കും. എഗ്രിമെന്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രോയിങ്സ് എടുക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണോ റേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ എഗ്രീഡ് റേറ്റ് പ്രകാരം ഡ്രോയിങ്സ് നടത്തിയ ആ പീരീഡിന് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കണം. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് അധികമായിട്ട് കമ്പനിയിൽ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഡ്രോയിങ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ പണം പിൻവലിക്കുന്നത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് യൂഷ്വലി അഗ്രിമെന്റിൽ നമ്മൾ ആഡ് ചെയ്യാറ്. ഡ്രോയിങ്സ് നമുക്ക് പല വിധത്തിലായിട്ട് അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കാം. അതിലൊരു രീതിയാണ് ഫിക്സഡ് ആയിട്ട് മന്ത്ലി വിഡ്രോവൽസ്.
സപ്പോസ് ഓരോ മാസത്തിന്റെയും ബിഗിനിങ്ങിൽ ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ പാർട്ട്നേഴ്സും വിഡ്രോ ചെയ്യുന്നു. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മന്തിന്റെ മിഡിൽ ആവുമ്പോൾ സേ 15th ഓഫ് എവറി മന്ത് നമ്മൾ അമൗണ്ട്സ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസം അവസാനം 30th-നോ 31st-നോ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു കാൽക്കുലേഷൻ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 12 months കണക്കാക്കില്ല, പകരം ഈ പറഞ്ഞ പോലെ 6.5 months കണക്കാക്കുള്ളൂ. ഈ 6.5 months എന്നുള്ളത് നമുക്ക് എങ്ങനെയാ വന്നത്? ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആണ് അല്ലെ. അപ്പോൾ 1 + 12 months ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും? 13 / 2. അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ 6.5 months എന്നുള്ളത് വന്നത്. ഇനി മിഡിൽ ഓഫ് ദ മന്ത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ, ഒരു മന്തിന്റെ നടുവിലായിട്ട് സേ 15th-നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് ആയിട്ട് 6 months മാത്രമേ കണക്കാക്കുള്ളൂ. ഓക്കെ. ഇനി എൻഡ് ഓഫ് ദ മന്ത് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ, ഒരു മാസം അവസാനമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ആവറേജ് മന്ത് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കും? 5.5 months എന്നാണ് കണക്കാക്കാറ്. ഈ 5.5 months നമുക്ക് എങ്ങനെയാണ് വന്നത്? ഒരു മാസം ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിൻവലിക്കുന്നത് അല്ലെ. അപ്പോ 12 - 1 സേ ഏപ്രിൽ ലാസ്റ്റ് ആണ് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏപ്രിൽ മന്ത് കണക്കാക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള മാസത്തിന്റെ എല്ലാം 12 months മൈനസ് ആ ഏപ്രിൽ മന്തിന്റെ ആ ഒരു മാസം നമ്മൾ മൈനസ് ചെയ്തു, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരും? 11 / 2. 11 / 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 5.5 months എന്നുള്ളത് വരുന്നത്. ഈ 6 months എന്ന് വന്നത് യൂഷ്വലി മിഡിൽ ഓഫ് ദ മന്തിലല്ലേ വരുന്നത്. മിഡിൽ ഓഫ് ദ മന്ത് ആയതുകൊണ്ട് നമ്മൾ 12 months തന്നെ കണക്കാക്കി ഡിവൈഡഡ് ബൈ 2 ചെയ്ത് അങ്ങനെ 6 months കിട്ടി. അപ്പോൾ ഇത് ഫിക്സഡ് എമൗണ്ട് ഓഫ് വിഡ്രോവൽ ആണെങ്കിൽ മാത്രമാണ് ഈ ആവറേജ് പീരീഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫിക്സഡ് വിഡ്രോവൽ, ഡ്രോയിങ്സിന്റെ ഫിക്സഡ് വിഡ്രോവൽ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ആശിഷ് ഡ്രോയിങ്സിന്റെ എങ്ങനെയാണ് അവരുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത്? എല്ലാ മാസവും എത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് എമൗണ്ട് ആയിട്ടുള്ള 10,000 rupees വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 months-നാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. പീരീഡ് എങ്ങനെയാ വരുന്നത്? ഏപ്രിൽ ടു മാർച്ച് ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് പെർസെൻറ്റേജ് പറയുന്നത്? 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ 3 രീതിയിലാണ്. ഇപ്പോ ആശിഷ് വന്നിട്ട് ഓൺ ദ ബിഗിനിങ് ഓഫ് മന്ത് ആണ് വിഡ്രോ ചെയ്തതെന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് വരും? ഓൺ ദ മിഡിൽ ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് വരും? ഓൺ ദ എൻഡ് ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് വരിക എന്നുള്ളത് നോക്കണം. അപ്പൊ ഈ 3 സിനാരിയോയിലും വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരണം എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വന്നിട്ട് വിഡ്രോവൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ മന്ത് അല്ലെ. അപ്പൊ ആവറേജ് മന്ത്സ് നമ്മൾ എത്ര എടുക്കുക? ബിഗിനിങ് ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിൽ 6.5 months ആണ് നമ്മൾ എടുക്കുക. എത്ര രൂപയാണ് അവർ വിഡ്രോ ചെയ്തിരിക്കുന്നത്? 10,000 വെച്ചിട്ട് 12 months-ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയാണ്? 1,20,000. ഓക്കെ. അപ്പൊ മന്ത്ലി വിഡ്രോവൽ എത്രയാണ്? 10,000. അപ്പൊ ടോട്ടൽ ഡ്രോയിങ്സ് എത്ര വരും? 1,20,000. ബിഗിനിങ് ഓഫ് ദ മന്ത് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആവറേജ് മന്ത് എത്ര എടുക്കുക? 6.5 months എടുക്കും. എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? 10% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക 1,20,000 into 10% into 6.5 divided by 12. 6.5 months divided by 12 months. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര വരും? 6,500 വരും. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? മിഡിൽ ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക എന്നുള്ളതാണ്. അപ്പൊ മിഡിൽ ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിലും എത്ര രൂപയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? ഓരോ മാസവും 10,000 വെച്ച് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാവും? 1,20,000 ആവും. മിഡിൽ ഓഫ് ദ മന്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് മന്ത് എത്രയാണ് ആവറേജ് പീരീഡ് എത്രയാണ് കണക്കാക്കുക? 6 months പീരീഡ് ആണ് കണക്കാക്കുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ആണ് വരിക. അപ്പൊ നമ്മൾ എങ്ങനെയാ കണക്കാക്കുക? 1,20,000 into 10%
for how many months? 6 months അല്ലേ? 6/12 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 rupees കിട്ടും. ഓക്കെ, ഇനി അടുത്തത് വിഡ്രോവൽ ചെയ്തിരിക്കുന്നത് at the end of the month ആണെന്നുണ്ടെങ്കിലോ, അപ്പോൾ മന്ത്ലി വിഡ്രോവൽ എത്രയാണ്? 10,000 ആണ് മന്ത്ലി വിഡ്രോവൽ. അപ്പൊ ടോട്ടൽ വിഡ്രോവൽ 1,20,000 വരും. ആവറേജ് പീരീഡ് എത്രയാണ്? 5.5 months ആയിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് എടുക്കുന്നുണ്ടാവുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് യൂഷ്വൽ 10% ആണ്. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ വരിക? 1,20,000 rupees into എത്ര പെർസെൻറ്റേജ്? 10% into ആവറേജ് മന്ത്, ആവറേജ് പീരീഡ് നമ്മൾ എത്ര എടുക്കുന്നത്? 5.5 months ആണ് എടുക്കുന്നത്. അപ്പൊ 5.5 divided by 12 അങ്ങനെ ചെയ്യുമ്പോൾ 5,500 ആയിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പൊ 3 സിനാരിയോയിലും വിഡ്രോ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് ഫിക്സഡ് എമൗണ്ട് ഓഫ് വിഡ്രോവൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കാൽക്കുലേഷൻ ബാധകമായിട്ടുള്ളത്. ഫിക്സഡ് എമൗണ്ട് ആണ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി ഡിഫറെന്റ് എമൗണ്ട്സ് ഡിഫറെന്റ് ടൈംസിൽ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കൊരു ഇല്ലുസ്ട്രേഷനിലൂടെ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡേറ്റ് ഓഫ് വിഡ്രോവൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഏപ്രിലിന് 2 പാർട്ട്നേഴ്സ് ഉണ്ട് അവിടെ. ഫസ്റ്റ് ഏപ്രിലിന് ഹാരി 5,000 അതേപോലെ അലി 7,000 rupees വിഡ്രോ ചെയ്തു. ജൂലൈ 1st ഹരി 8,000 rupees അതേപോലെ അലി 4,000 rupees വിഡ്രോ ചെയ്യുന്നു. ഡിസംബർ 1st ഹാരി 5,000 rupees അതേപോലെ അലി 5,000 rupees വിഡ്രോ ചെയ്യുന്നു. മാർച്ച് 1st 2020 ഹാരി 4,000 rupees അലി 9,000 rupees ആണ് വിഡ്രോ ചെയ്യുന്നത്. ഇതില് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അവരുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഡിസംബർ 31st 2019 ആണ്. അപ്പൊ ഇവര് അക്കൗണ്ടിങ് പീരീഡ് ഫോളോ ചെയ്യുന്നത് ജാനുവരി ടു മാർച്ച് ആയിരിക്കും അക്കൗണ്ടിങ് പീരീഡ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒന്ന് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ് ഏപ്രിൽ ടു മാർച്ച് അല്ല, പകരം ജാനുവരി ടു ഡിസംബർ ആണ് അവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് വന്നിട്ട് മനുവും ഹരിയും അതേപോലെ അലിയും ഒക്കെ ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും 2 പാർട്ട്നേഴ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അമൗണ്ട്സ് വിഡ്രോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസംബർ 31st വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ 2019 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ ഈച്ച് പാർട്ട്നേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നെക്സ്റ്റ് പീരീഡിനാണ് അപ്ലിക്കബിൾ. കാരണം ഡിസംബർ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. 2019 ഡിസംബർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു എമൗണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എടുക്കേണ്ട ആവശ്യമില്ല. അമൗണ്ട്സ് കണ്ടിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം എല്ലാത്തിന്റെയും ഇൻട്രസ്റ്റ് കണക്കാക്കി ടോട്ടൽ അമൗണ്ട് എഴുതി വെക്കരുത്. പകരം അക്കൗണ്ടിങ് പീരീഡ് ഒക്കെ ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പൊ നോട്ട് ചെയ്യേണ്ട കാര്യം, March 1st 2020 drawings fall in the next year, so not included in the interest calculation for 2019. 2019 ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവര് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ് ജാനുവരി ടു ഡിസംബർ ആയതുകൊണ്ട് March 1st 2020 എടുത്ത ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ ഈ ഒരു വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഹാരിയുടെ നോക്കാം. ഹാരി 3 പ്രാവശ്യമായിട്ടാണ് 2019 അമൗണ്ട് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഏപ്രിൽ 1st, പിന്നെ ജൂലൈ 1st, പിന്നെ ഡിസംബർ 1st. ഏപ്രിൽ 1st വിഡ്രോ ചെയ്തിട്ടുണ്ട് എമൗണ്ട്. അപ്പൊ ഏപ്രിൽ 1st തൊട്ടിട്ട് അവരുടെ അക്കൗണ്ടിങ് പീരീഡ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? ഡിസംബറിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ എന്ന് പറയുമ്പോൾ എത്ര പീരീഡ്സ് വരും? എത്ര മന്ത്സ് വരും? 9 months വരും. പിന്നെ ജൂലൈ 1st വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ജൂലൈ 1st തൊട്ടിട്ട് ഡിസംബർ 31st വരെ പറയുമ്പോൾ 6 months വരുന്നുണ്ട്. ഡിസംബർ 1st തൊട്ടിട്ട് ഡിസംബർ 31st വരെ പറയുമ്പോൾ 1 month വരുന്നുണ്ട്. എത്ര രൂപയാണ് ഏപ്രിൽ 1st വിഡ്രോ ചെയ്തിരിക്കുന്നത്? 5,000. ജൂലൈ 1st 8,000. ഡിസംബർ 1st 5,000 rupees ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഇനി
ഇതിന്റെ ഓരോന്നിന്റെയും ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം 5,000ന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5,000 into 10% എത്ര മാസത്തേക്കാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? 9 monthsനാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പൊ 9/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 375 കിട്ടി ഈ 5,000. ഇനി അടുത്തത് 8,000 എപ്പോഴാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? July 1st വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ 6 months പീരീഡിന്റെ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ 8,000 into 10% into 6/12. 6 monthsനല്ലേ? അപ്പൊ 6/12. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എത്ര കിട്ടും? 400 rupees കിട്ടും. ഇനി December 1st 5,000 rupees വിഡ്രോ ചെയ്തിട്ടുണ്ട്. 5,000 rupees വിഡ്രോ ചെയ്തില്ല. അപ്പോൾ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് മാത്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ 5,000ന്റെ 10% അതിന്റെ ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് into 1/12. അപ്പൊ 42 rupees കിട്ടും. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ഹാരി ഫോർ ദാറ്റ് ഇയർ 2019 എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടും? ഈ 375 plus 400 plus 42 ടോട്ടൽ 817 rupees ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫോർ ഹാരി. ഇനി അലിയുടെ കേസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അലിയും എപ്പോഴൊക്കെയാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? April 1st, July 1st, December 1st. April 1st 9 months പീരീഡ് വരും, July 1st 6 months പീരീഡ് വരും, December 1st 1 month പീരീഡ് വരും. എത്ര എമൗണ്ട്സ് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്? April 1st 7,000, July 1st 4,000 and December 1st 5,000 rupees ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ ഹാരിയുടെ എങ്ങനെയാണോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതേപോലെ തന്നെ അലിയുടെയും ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏപ്രിലിന്റെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 9 months പീരീഡിന് 7,000 rupees 10% വെച്ചിട്ട്. അപ്പൊ 7,000 into 10% into 9/12. അപ്പൊ 525 കിട്ടി. പിന്നെ ജൂലൈ 1st ആണെന്നുണ്ടെങ്കിൽ 4,000 rupees into 10% for 6 months period. അപ്പൊ 6/12. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 200 rupees കിട്ടി. Then 5,000 rupees ഒരു മാസത്തേക്ക് മാത്രമാണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പൊ 5,000 into 10% into 1/12. ഓക്കെ, എന്നിട്ട് ആ 3 എമൗണ്ടും കൂടി നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? 767 rupees കിട്ടും. അപ്പൊ അലിയുടെ 2019 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര രൂപയാണ്? 767 ആണ് വരുന്നത്.